മുണ്ടക്കൈക്ക് കൈത്താങ്ങുമായാണ് മോഹൻലാൽ എത്തിയത്. ഈ നാടുമായുള്ള ആത്മബന്ധവും അദ്ദേഹം വിശദീകരിച്ചു. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് പണ്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു, അതിലെ ചില ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. നിങ്ങൾക്കും ആലോചിക്കാം. 3 കോടി രൂപയുടെ പുനരധിവാസ പദ്ധതിയാണ് പ്രിയപ്പെട്ട നാടിനായി ലാലേട്ടൻ പ്രഖ്യാപിച്ചത്. ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷനാണ്. ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. മുണ്ടക്കൈയിലെത്തിയ അദ്ദേഹം ദുരന്തഭൂമിയിലെ നടുക്കുന്ന കാഴ്ചകൾ നേരിൽ കണ്ടു. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് സൈനിക ഉദ്യോഗസ്ഥർ തിരച്ചിലിനെ കുറിച്ച് വിശദീകരിച്ചു. നാട്ടുകാരിൽ നിന്നും മോഹൻലാൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണലായ മോഹൻലാൽ അംഗമായ ബറ്റാലിയനാണ് മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മേപ്പാടിയിലെ സൈനിക ക്യാമ്പിലായിരുന്നു അദ്ദേഹം ആദ്യമെത്തിയത്. ഇപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കൈയിൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാതെ തന്നെ ആ LP സ്കൂൾ റീജനുവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുകയാണ്. മുണ്ടക്കൈയിൽ മോഹൻലാലിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന വനറാണി എസ്റ്റേറ്റ് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് കൈമാറിയത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.